60 ദിവസം കൊണ്ട് LDCയുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ടൈം ടേബിൾ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മെയ് 1 തൊട്ട് നമ്മൾ 60 ദിവസം എടുക്കുകയാണെങ്കിൽ അതിൽ 9 ഞായറാഴ്ചകൾ വരും. ബാക്കി നമുക്ക് 51 ദിവസങ്ങൾ കിട്ടും. ഒരു ദിവസം 5 ടോപ്പിക്ക് വെച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ 51 ദിവസം കൊണ്ട് നമുക്ക് 255 ടോപ്പിക്കുകൾ പഠിക്കാൻ സാധിക്കും. ഓരോ ദിവസവും ഏതൊക്കെ ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കണം എന്ന് LDCയുടെ സിലബസിലുള്ള മാർക്ക് അനുസരിച്ച് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ മാർക്ക് നൽകുന്നത് കറണ്ട് അഫെയർ ആണ്. കറണ്ട് അഫെയറിന് 20 മാർക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് അഫെയർ പഠിക്കണം. അപ്പോൾ കറണ്ട് അഫെയർ പഠിക്കാൻ നമുക്ക് 51 ടൈം സ്ലോട്ടുകൾ ഉപയോഗിക്കാം. ഇനി അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് തരുന്ന മറ്റൊരു സബ്ജക്റ്റ് ആണ് മാത്സ് എന്ന് പറയുന്നത്. 10 മാർക്കാണ് മാത്സിനുള്ളത്. അപ്പോൾ മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 26 ടൈം സ്ലോട്ടുകൾ ഉപയോഗിക്കാം. അതായത് ഓരോ ദിവസവും ഇടവിട്ടുള്ള ദിവസങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ 26 ടൈം സ്ലോട്ടുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ 10 മാർക്കുള്ള മറ്റൊരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് പഠിക്കാനും നമുക്ക് ഈ 26 ദിവസങ്ങൾ വേണ്ടിവരും. ഇനി 10 മാർക്ക് നൽകുന്ന മറ്റൊരു സബ്ജക്റ്റ് ആണ് മലയാളം എന്ന് പറയുന്നത്. അപ്പോൾ മലയാളം പഠിക്കാൻ നമുക്ക് 20 ദിവസങ്ങൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 20 ടൈം സ്ലോട്ടുകൾ ഉപയോഗിക്കാം. ഇപ്പോൾ ആകെ എത്ര മാർക്കായി? കറണ്ട് അഫെയറിന്റെ 20, മാത്സിന്റെ 10, മലയാളത്തിന്റെ 10, ഇംഗ്ലീഷിന്റെ 10, 50 മാർക്കിന്റെ ടോപ്പിക്കായി. ഈ 50 മാർക്കിന്റെ ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആകെ ഉപയോഗിക്കുന്ന ടൈം സ്ലോട്ട് എന്ന് പറയുന്നത് 123 ടൈം സ്ലോട്ടുകളാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മാർക്ക് നൽകുന്ന ടോപ്പിക്കുകളാണ് ഭരണഘടന, എക്കണോമിക്സ്, സുപ്രധാന നിയമങ്ങൾ, കേരള ഭരണരംഗം. ഇതിൽ ഓരോന്നിനും 5 മാർക്ക് വീതമാണുള്ളത്. ടോട്ടൽ 20 മാർക്ക്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ പഠിക്കാൻ നോക്കാം. ഭരണഘടന പഠിക്കാൻ നമ്മൾ 15 ടൈം സ്ലോട്ടുകൾ ഉപയോഗിക്കുന്നു. എക്കണോമിക്സ് പഠിക്കാൻ 15 ടൈം സ്ലോട്ടുകൾ ഉപയോഗിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ലോ പഠിക്കാൻ വേണ്ടിയിട്ട് 20 ടൈം സ്ലോട്ടുകൾ ഉപയോഗിക്കുന്നു. അതുപോലെ കേരള ഭരണരംഗം പഠിക്കാനും 20 ടൈം സ്ലോട്ടുകൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ നമ്മൾ ആകെ 70 ടൈം സ്ലോട്ടുകളാണ് 20 മാർക്കിന്റെ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആകെ എത്ര മാർക്കായി? 50ഉം 20ഉം 70 മാർക്കായി. എത്ര ടൈം സ്ലോട്ടുകളായി? 193 ടൈം സ്ലോട്ടുകളായി. ഇതുപോലെ തന്നെ നമുക്ക് മാർക്ക് നൽകുന്ന മറ്റ് സബ്ജക്റ്റുകളാണ് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, IT. കെമിസ്ട്രിക്ക് 3 മാർക്ക്, ഫിസിക്സിന് 3 മാർക്ക്, ബയോളജിക്ക് 6 മാർക്ക്, ITക്ക് 3 മാർക്ക്. ഇങ്ങനെ ആകെ 15 മാർക്കാണ് ഈ ഒരു ഭാഗത്തു നിന്നുള്ളത്. ഇത് നമുക്ക് എങ്ങനെ പഠിക്കാൻ നോക്കാം. ബയോളജിക്ക് നമ്മൾ 10 ദിവസം പഠിക്കുന്നു, കെമിസ്ട്രിക്ക് നമ്മൾ 10 ദിവസം പഠിക്കുന്നു, ഫിസിക്സിന് നമ്മൾ 10 ദിവസം പഠിക്കുന്നു, IT നമ്മൾ 10 ദിവസം പഠിക്കുന്നു. ഇങ്ങനെ ഈ 4 സബ്ജക്റ്റുകളും 10 ദിവസം വീതമാണ് നമ്മൾ പഠിക്കുന്നത്. 15 മാർക്കിന്റെ ഈ ഒരു ടോപ്പിക്കുകൾ പഠിക്കാൻ നമുക്ക് ആകെ ചിലവാകുന്നത് 40 ടൈം സ്ലോട്ടുകളാണ്. ഇപ്പോൾ നമ്മൾ ആകെ 85 മാർക്കിന്റെ ടോപ്പിക്കുകൾ പഠിക്കാൻ വേണ്ടി 233 ടൈം സ്ലോട്ടുകളാണ് ഉപയോഗിച്ചത്. ഇനി ഇത് കൂടാതെ നമുക്കൊരു 22 ടൈം സ്ലോട്ടുകൾ അവിടെ കിടപ്പുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിച്ചു വരുന്ന ഭാഗത്ത് ഏതെങ്കിലും സബ്ജക്റ്റുകൾ കുറച്ചുകൂടെ പഠിക്കണം എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഈ ടൈം സ്ലോട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. 15 മാർക്കിന്റെ സബ്ജക്റ്റുകളാണ് ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ കലാകായികം, സാംസ്കാരികം. ഈ ഒരു ഭാഗം എങ്ങനെ പഠിക്കാമെന്ന്. ഈ ഒരു ഭാഗം പഠിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓരോ ദിവസവും 5 ടൈം സ്ലോട്ട് വെച്ചിട്ടുള്ള കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ 6 ടൈം സ്ലോട്ട് അല്ലെങ്കിൽ 7 ടൈം സ്ലോട്ട് വെച്ചിട്ട് ഓരോ ദിവസവും ഈ ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും അതുപോലെ കലാകായികം, സാംസ്കാരികം ഈ ഒരു ഭാഗം കൂടെ പഠിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു 15 മാർക്കും 60 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി പറയാൻ പോകുന്നത് എന്ത് പഠിക്കണം. നമുക്കറിയാം ഇനി 60 ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു 90 ദിവസങ്ങളാണ് LDC എക്സാമിനുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് കാര്യങ്ങൾ പഠിക്കാതെ പരമാവധി റിവിഷന് വേണം നമ്മൾ ശ്രദ്ധ കൊടുക്കാൻ. അപ്പോൾ എങ്ങനെ റിവിഷൻ ചെയ്യാം? റിവിഷൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് PSCയുടെ നട്ടെല്ലായിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, PSCയുടെ സിലബസ് കൃത്യമായി മനസ്സിലാക്കുക. 2, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായി അനലൈസ് ചെയ്ത് പഠിക്കുക. ഈ ഒരു രീതിയിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും LDCയുടെ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. മെയ് 1 മുതൽ വൊക്കാസ്പീഡിയ ഞാൻ ഈ പറഞ്ഞ ടൈം ടേബിൾ പ്രകാരം ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 60 ദിവസമാണ് ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓരോ ദിവസവും 5 ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. 2020 തൊട്ട് 2024 വരെ
PSI ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ ക്ലാസ്സിനൊപ്പം നിങ്ങൾക്ക് PDF മെറ്റീരിയലുകളും ലഭ്യമാകും. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഓൺലൈനായിട്ട് എക്സാമും ഉണ്ടായിരിക്കും. ഈ ഒരു കോഴ്സിൽ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും വൊക്കാബുലറിയും നമുക്ക് ഓരോ ദിവസം കുറേശ്ശെ വീതം പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ 500 രൂപയാണ് ഫീസ് വരുന്നത്. താഴെ കാണുന്ന നമ്പറിൽ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം ആ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കുന്നതാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ ഒരു രീതിയിൽ 60 ദിവസം നിങ്ങൾ കൃത്യമായിട്ട് വൊക്കാസ്പീഡിയയുടെ ഈ ഒരു കോഴ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 100 റാങ്കിനുള്ളിൽ ഉറപ്പായിട്ടും എത്തിയിരിക്കും. അത് ഏത് ജില്ലയാണെങ്കിലും.